കുറിച്ച് വ്യാഖ്യാനങ്ങൾ പറയുന്നുള്ളൂ. ചിലർ പറയുന്നത് ഊറീമും തുമ്മീമും എന്ന് പറഞ്ഞാൽ ഈ മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്മേൽ രണ്ട് കല്ലുണ്ട് എന്നാണ്. അത് ദൈവഹിതമാണ് ഒരു കാര്യമെങ്കിൽ ഒരു കല്ല് തിളങ്ങാൻ തുടങ്ങും, അപ്പോൾ അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയുന്നതൊക്കെയാണ്. അന്ന് ഈ ബാഹ്യമായ അടയാളങ്ങളിലൂടെ പഴയ നിയമ ജനതയ്ക്ക് ദൈവഹിതം വെളിപ്പെട്ട് വന്നിരുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവഹിതം മനസ്സിലാക്കുവാൻ ഈ നഗ്നമായ കണ്ണിൻ്റെ കാഴ്ച മതി. അതാ അഗ്നിത്തോണ്, അതാ മേഘസ്തംഭം, യാത്ര പുറപ്പെടുന്നു, നമുക്കിവിടുന്ന് നീങ്ങാം. അവർക്ക് ഈ കണ്ണിൻ്റെ കാഴ്ച മതി. എന്നാൽ പുതിയ നിയമത്തിൽ ബാഹ്യമായ അടയാളങ്ങളാലല്ല പലപ്പോഴും ദൈവം തൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ആന്തരികമായ പ്രേരണ നിമിത്തമാണ്. അത് ആത്മീയന്മാർക്കേ മനസ്സിലാക്കാൻ സാധിക്കൂ. പഴയ നിയമത്തിൽ ഒരു ജഡികനും ചിലപ്പോൾ പുരോഹിതൻ്റെ അടുത്ത് വന്ന് എന്നെക്കുറിച്ചുള്ള ആലോചന എന്താണ്, ഊറീമും തുമ്മീമും വെച്ച് പുരോഹിതൻ ചിലപ്പോൾ ആലോചന പറഞ്ഞു കൊടുക്കും. പക്ഷെ പുതിയ നിയമത്തിൽ ഇങ്ങനെയല്ല. ഒരു ആന്തരികമായ മാർഗമാണ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ ദൈവം വെച്ചിട്ടുള്ളത്. നാം ആത്മാവ് നിറഞ്ഞവരാകണം. എഫേസ്യ ലേഖനം 5:17-20 വാക്യങ്ങൾ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ദൈവഹിതം തിരിച്ചറിയണം, ബുദ്ധിഹീനരാകരുത്. തുടർന്ന് പറയുന്നു ആത്മാവിനാൽ നിറഞ്ഞവരാകണം. അപ്പോൾ ആത്മാവിനാൽ നിറയപ്പെടുന്നതും ദൈവഹിതം തിരിച്ചറിയുന്നതും തമ്മിൽ ബന്ധമുണ്ട്. മാത്രമല്ല, എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യണമെങ്കിൽ, എപ്പോഴും സ്തോത്രം ചെയ്യണമെങ്കിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞവരാകണം, ദൈവാത്മാ നിറവ് പ്രാപിച്ചവരാകണം. ഒന്നും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവരായി മാറണമെങ്കിൽ, എല്ലാറ്റിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം നമുക്ക് ദർശിക്കാൻ സാധിക്കണമെങ്കിൽ, ഒരു വ്യക്തി വഴക്ക് പറഞ്ഞാലും നമ്മുടെ വസ്തുക്കൾ അപഹരിച്ചു കൊണ്ടുപോയാലും അതിൻ്റെ പിന്നിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ, ഇതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം പരിണമിപ്പിക്കുന്നത് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. പിറുപിറുപ്പില്ലാത്തൊരു ജീവിതം, എല്ലാം ദൈവഹിത പ്രകാരമാണ് സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള ആ ഒരു സമർപ്പണ മനോഭാവം നമുക്ക് ലഭിക്കുന്നത് ആത്മനിറവ് ഉള്ളപ്പോഴാണ്. ലൂക്കോസ് 4:1, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ ദൈവാത്മാവ് പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളെത്തും. ദൈവാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നാം ചെയ്യുകയുള്ളൂ. അപ്പോൾ ആത്മാവിനനുസരിച്ചാൽ നാം ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കും ഓരോ ദിവസവും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഹിതം മാത്രം ചെയ്തു, ആത്മാവിനനുസരിച്ചു. നമുക്കും ആത്മാവിനനുസരിച്ചാൽ ദൈവഹിതത്തിൽ നിന്ന് പാളിപ്പോയൊരു ജീവിതമല്ല, ഓരോ ദിവസവും ദൈവഹിതത്തിൻ്റെ കേന്ദ്രത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് രാത്രി എന്തൊരു സംതൃപ്തി ഉണ്ടാകും. കർത്താവ്, ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങയുടെ ഹിതം ചെയ്യുവാൻ സാധിച്ചു, ഇന്നത്തെ ദിവസം എത്ര ധന്യമായ ദിവസം, അല്ലെങ്കിലോ ഒരു ദിവസം വേസ്റ്റായി പോയല്ലോ. പക്ഷേ അന്നത്തെ ദിവസം ആത്മാവിനനുസരിക്കുകയാണെങ്കിലോ എന്തൊരു സന്തോഷം, ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുവാൻ ദൈവമേ അങ്ങേക്ക് തിരുവള്ളം ഉണ്ടായല്ലോ, ഈ എളിയവനെ കൊണ്ട് അങ്ങത് ചെയ്തല്ലോ, അതിനായിട്ട് അങ്ങേക്ക് സ്തോത്രം. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോടിങ്ങനെ ചെവിയിൽ മന്ത്രിക്കുമോ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മോട് സംസാരിച്ചു എന്ന് വരാം. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിട്ടുള്ള, ദൈവസ്വരം കേട്ടിട്ടുള്ള ധാരാളം പേരുണ്ട്. പക്ഷെ എപ്പോഴും അത് കേൾക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഒരു ആന്തരികമായ സമ്മർദ്ദം നമുക്ക് തരും. ഒരു സ്വരം ഒരുപക്ഷെ കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും, ഇന്ന കാര്യം നീ ചെയ്യരുത്, ഇന്ന കാര്യം നീ ചെയ്യണം, ഈ കാര്യം നിനക്ക് അപകടമാണ്, ആ കൂട്ടത്തിൽ നീ ചേരരുത്, ഇന്ന കാര്യം ഒഴിവാക്കണം. ഇങ്ങനെ ഒരു ആന്തരികമായ സമ്മർദ്ദം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അത് ദീർഘസമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആകാം ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരും, നീ ഇന്നത് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഉടനെ തന്നെ നീ ഈ കാര്യം ചെയ്യുക എന്നൊരു താക്കീത് തരും. ഒരു ശബ്ദത്തിലല്ല, പിന്നെ ഒരു പ്രേരണ. കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഈ സമയത്ത് നീ അത് ചെയ്യണം,
കാരണം 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചിന്തകളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇത് ധാരാളം ദൈവമക്കൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതൊരു വേദന, ഒരു പ്രത്യേക കാര്യം ദൈവത്തിൻ്റെ ഹിതമാണ് എങ്കിൽ നമ്മളതിന് ചെവി കൊടുക്കാതെ നാം നമ്മുടെ വഴിക്ക് പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ നമുക്ക് അനുഭവപ്പെടും. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആന്തരികമായൊരു സമ്മർദ്ദമാണ്. അങ്ങനെ ദൈവം തൻ്റെ ഹിതം നമ്മെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് തൻ്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയാൽ ആ ഹിതം ചെയ്യുവാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചാൽ ആ ദൈവഹിതം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക ഉന്മേഷവും താല്പര്യവും ദൈവം നമുക്ക് തരും. ഇനി ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടും നമ്മൾ ആ കാര്യം ചെയ്യുവാൻ മടി കാണിക്കുകയാണെങ്കിലോ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തന്നു. മാനുഷികമായ തോന്നലല്ല, ദൈവഹിതമാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ അത് ചെയ്യുവാൻ നമുക്ക് ഒരു പ്രത്യേക ആഗ്രഹം. അതിനുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാലും നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഇതൊന്നും നമ്മുടെ ഉള്ളിലുള്ള ആ ആവേശത്തെ, അത് മാനുഷികമായൊരു ആവേശമല്ല, ആ അഭിലാഷത്തെ കെടുത്തിക്കളയുവാൻ ശക്തിയുള്ളതല്ല. ഇനി അത് ചെയ്തു കഴിഞ്ഞാലോ വലിയൊരു സ്വസ്ഥതയായിരിക്കും, വലിയൊരു സമാധാനമായിരിക്കും. അപ്പോസ്തലനായ പൗലോസിനൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലെത്തിയപ്പോൾ എന്തൊരു സ്വസ്ഥതയായിരുന്നു, എന്തൊരു സംതൃപ്തിയായിരുന്നു. ഞാൻ നല്ല പോരാട്ടം പോരാടി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ദൈവമേ, ഈ ഭൂമിയിൽ ഞാൻ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി, അങ്ങ് എനിക്ക് അങ്ങയുടെ ഹിതം വെളിപ്പെടുത്തി തന്നു. ഈ എളിയവന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇനി സന്തോഷത്തോടെ എനിക്ക് മരിക്കാം. ദൈവം തന്ന നാളുകളും മാസങ്ങളും വർഷങ്ങളും നഷ്ടമാക്കിയിട്ട് ഖേദിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളായി പോകരുത്. ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നു. ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ച് ദൈവം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു ആന്തരികമായ പ്രേരണയോ സമ്മർദ്ദമോ തന്ന് ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ചില തടസ്സങ്ങൾ, ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ച് ദൈവം തൻ്റെ ഹിതം നമ്മെ അറിയിച്ചു എന്ന് വരാം. വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം തൻ്റെ ഹിതം അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരമമായ ഹിതം എന്താണ്? സകലരും രക്ഷിക്കപ്പെടണം, സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണം. പക്ഷേ ഇപ്പോഴിതാ വലിയൊരു പീഡനം വന്നു. അപ്പസ്തലന്മാരുടെ കാലത്ത് വല്ലാത്തൊരു പീഡനം ദൈവസഭയ്ക്ക് നേരെ വന്നപ്പോൾ വിശ്വാസികൾ ചിതറി. അവർക്ക് നാടും വീടും ഒക്കെ വിടേണ്ടതായിട്ട് വന്നു. ചിതറിക്കപ്പെട്ടവർ ഏത് ദേശത്ത് പോയോ അവിടെയെല്ലാം അവർ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ആ ദൈവസഭയ്ക്ക് നേരെ ശക്തമായൊരു ഉപദ്രവം വരുന്നതും ദൈവഹിതം തന്നെയായിരുന്നു. അപ്പോൾ ഈ തടസ്സങ്ങളും ഉപദ്രവങ്ങളും അതുപോലും ദൈവം തൻ്റെ ഹിതം നിറവേറ്റുവാനായി ഉപയോഗിച്ചു എന്ന് വരാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1-ാം വാക്യം. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാം വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ചില ദൈവഭൃത്യന്മാർ ചില വിദേശ രാജ്യങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ വളരെ ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കാതെ ആ രാജ്യം ആ ദൈവഭൃത്യനെ തടഞ്ഞിട്ടുണ്ട്. അവർക്ക് ഉദ്ദേശിച്ച രാജ്യത്തിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ വേറെ രാജ്യങ്ങളെ തിരഞ്ഞെടുത്തു. എന്നാൽ അവർ എത്തപ്പെട്ട രാജ്യത്തിലാണ് അവരുടെ വേല ഫലവത്തായത്. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ആ രാജ്യത്തിലേക്ക് കടക്കാതെ ആ വാതിൽ കൊട്ടിയടച്ചതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫലവത്തായൊരു വേല ചെയ്യുവാൻ മറ്റേ രാജ്യമാണെന്ന് ദൈവം കണ്ടിരുന്നു. അതുകൊണ്ടാണ് തടയപ്പെട്ടത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മഴ വരുന്നു, മഞ്ഞ് വരുന്നു, പനി വരുന്നു, നമ്മൾ വിചാരിച്ച കാര്യം അന്ന് ചെയ്യാൻ പറ്റാതെ മുടങ്ങി. അതിൻ്റെ പുറകിൽ പോലും ചിലപ്പോൾ ദൈവഹിതമുണ്ടായിരിക്കാം. കാരണം ഇങ്ങനെയുള്ള തടസ്സങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും ദൈവം തൻ്റെ ഹിതം നമ്മിൽ നിറവേറ്റും. ചിലപ്പോൾ നമുക്ക് പണം നഷ്ടപ്പെട്ടു എന്ന് വരാം. അതിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ ഹിതമുണ്ടായിരിക്കാം. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. ഹല്ലേലൂയ.
സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറ്റിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറ്റിടുന്നേ നിത്യം. നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഒരുപക്ഷെ എല്ലാവരും എന്ന് പറയാം, വളരെ നല്ല ജോലിയോ സാമ്പത്തികമായി വരുമാനമുള്ള മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ പോയ എല്ലാ വഴികളും അടഞ്ഞു. എന്നിട്ട് കിട്ടിയതോ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കാത്തൊരു ജോലി, സാമ്പത്തികമായിട്ട് വളരെ വരുമാനം കുറഞ്ഞൊരവസ്ഥ. അതെന്തിനു വേണ്ടിയാണ്? അതും ദൈവത്തിൻ്റെ ഹിതമാണ്. അന്ന് നമ്മൾ ആഗ്രഹിച്ച വലിയ ആ ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായി വരുമാനം ഉണ്ടാക്കാവുന്ന ആ വലിയൊരു ജോലി നമുക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ഹിതമോ ദൈവത്തിൻ്റെ വഴിയോ നമ്മൾ ഒരിക്കലും അറിയുമായിരുന്നില്ല. അന്ന് നമുക്ക് നിരാശ തോന്നിയിട്ടുണ്ടാകും. കർത്താവേ, എൻ്റെ ഒപ്പം പഠിച്ചവർ, എന്നേക്കാളും പലതിലും മോശമായവർ ഇപ്പോൾ എന്നേക്കാളും ഉയർന്ന നിലവാരത്തിലാണ് ജീവിക്കുന്നത്, ഞാനോ ഈ താണവസ്ഥയിൽ. അത് ദൈവത്തിൻ്റെ മഹാപദ്ധതിയാണ്. നാം വിചാരിച്ച പോലെ ഒരു ഭൗതിക ഉന്നതി കിട്ടിയിരുന്നുവെങ്കിൽ നാം ഒരിക്കലും ദൈവകൃപയിലേക്ക് വരില്ലായിരുന്നു. അതുകൊണ്ട് സ്നേഹവാനായ ദൈവം ആ വഴികളൊക്കെ അടയ്ക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അതിശ്രേഷ്ഠമായ ഒന്ന് നമുക്ക് തരാൻ വേണ്ടി ആ ചെറുത് ദൈവം തന്നെ ഒന്ന് അടച്ചു. അന്ന് നമുക്ക് ഖേദമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ വാസ്തവമായിട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദിയോടെ പറയും, കർത്താവേ, അന്ന് ഞാൻ ആഗ്രഹിച്ച ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് നന്നായി. അങ്ങേ അറിയുവാൻ കർത്താവേ, ആ ജോലി അങ്ങ് എന്നിൽ നിന്ന് പറിച്ചു മാറ്റി. അതിനായിട്ട് സ്തോത്രം. പുതിയ നിയമസഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. ഇന്ന് ചിലരുണ്ട്, അവർ ദൈവഹിതം തിരിച്ചറിയുവാൻ എന്താണ് ചെയ്യുക? ചില പ്രവാചകന്മാർ എന്ന് പറയുന്ന അരികിലേക്ക് പോകും. അവരുടെ ദൈവഹിതം എന്ന് പറയുന്നത് അധികവും ഭൗതികമായ കാര്യമാണ്. ഞാൻ ഗൾഫിലേക്ക് പോകണോ, ഈ വസ്തു വിൽക്കണോ, ഇത് വിറ്റാൽ ലാഭം കിട്ടുമോ, ഇവിടെ വീട് വെക്കണോ, ഇങ്ങനെ പലരും ദൈവഹിതം അറിയാൻ വേണ്ടി ഇങ്ങനെയുള്ള ചിലരുടെ അടുത്തേക്ക് പോകാറുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വം നടത്തുന്നവരല്ല. ആരെ കല്യാണം കഴിക്കണം, ഒരു വസ്തു വാങ്ങണോ വിൽക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് ഒരുവൻ അനുസരിക്കേണ്ടത്, വേറൊരു വ്യക്തിയുടെ വാക്കല്ല. എന്നാൽ അതേസമയം തന്നെ വിശുദ്ധരായി ജീവിക്കുന്ന, നമ്മേക്കാൾ മുമ്പ് കർത്താവിനെ അറിഞ്ഞ, ദൈവത്തോട് അടുത്ത് ബന്ധം പുലർത്തുന്നവരോട് ആ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. അത് വളരെ നല്ലതാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ ഇപ്പോൾ സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്ന് ആവർത്തിച്ച് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ഉപദേശം കേൾക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അവരെ സംബന്ധിച്ച് അവർ മറ്റുള്ളവരിൽ നിന്ന് എന്തോ വ്യത്യസ്തതയുള്ളവരാണെന്നും പരിശുദ്ധാത്മാവിനാൽ വല്ലാതെ നിറഞ്ഞവരാണെന്നും വല്ലാത്ത കൃപകൾ ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റില്ല എന്നൊക്കെ ഇങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും.
പ്രിയമുള്ളവരെ, അത് വളരെ അപകടം നിറഞ്ഞ ഒന്നാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരുവനിലൂടെ സംസാരിക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്കത് ബോധ്യമാകും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല എന്നിലൂടെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. പിന്നെ ചിലർ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ചില ആശയങ്ങൾ മറ്റുള്ളവർ വിശ്വസിച്ചേ പറ്റൂ. ഇവരുടെ മനസ്സിൽ തോന്നുന്ന ചില ആശയങ്ങളുണ്ട്, അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്ന് പറയണം. അതെല്ലാം കാപഢ്യമാണ്, അത് ഒഴിഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ, നാം ദൈവാത്മാവിനോട് സംസാരിക്കുന്നതെങ്കിൽ അത് കേൾവിക്കാർക്ക് മനസ്സിലാകും. പിന്നെ നാം അതിങ്ങനെ ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരിക്കലും ദൈവഹിതം തിരിച്ചറിയുവാൻ വ്യാജ പ്രവാചകന്മാരുടെ അരികിലേക്ക് പോകരുത്. ഇന്ന് അനേകരും വിശ്വാസ ജീവിതത്തിൽ വല്ലാത്ത ജീവിതം നയിക്കുന്നതിന് കാരണം അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും ദൈവജനത്തിനും കീഴ്പ്പെടാതെ അവർ കുറുക്കുവഴി തേടി കള്ളപ്രവാചകന്മാരുടെ അടുത്തേക്ക് പോയി. അവിടെ പ്രശ്നമുണ്ട്, അവിടുന്ന് പിശാച് വരണ്ട്, ഇവിടുന്ന് വരുന്നുണ്ട്, അവിടെ ആഗ്രഹം, ഒത്തിരി കാര്യങ്ങളും. നമ്മൾ വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ വചനമാണ് വ്യക്തമായിട്ട് ദൈവാലോചന ഇന്ന് അറിയുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഉപാധി ഈ വചനത്തിലുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് ഓരോ വ്യക്തിയും ഏതെങ്കിലും പ്രവാചകനിലല്ല ആശ്രയിക്കേണ്ടത്, കർത്താവിലും അവിടുത്തെ വചനത്തിലും പരിശുദ്ധാത്മാവിലുമാണ്. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രമേ ചിലപ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. ഇതിൻ്റെ അവസാനം എന്താകും എന്നുള്ള ദൈവം ചിലപ്പോൾ നമ്മോട് സംസാരിച്ചു എന്ന് വരികയില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ വിശ്വാസത്തോടെ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കണം. അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം. പക്ഷേ ഏത് ദേശത്തേക്കാണ് പോകുന്നത് അതിന് അറിയിപ്പ് കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാരംഭ സ്റ്റെപ്പുകൾ മാത്രമേ ദൈവം നമ്മോട് പറയുകയുള്ളൂ. അതിൻ്റെ സമ്പൂർണ്ണ വിശദീകരണം ദൈവമേ അങ്ങ് തരണം, എന്നാലേ ഞാൻ ഇവിടുന്ന് ഇളകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. എബ്രായ 11:8 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു പുറപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വരും. എന്താ ചെയ്യേണ്ടത്? പൂർണ്ണമായ രൂപം നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ വിശ്വാസത്തോടെ നമ്മളൊരു കാൽ ചുവട് വെക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചെയ്യുവാനായിട്ട് കൽപ്പന തന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, ഒരു പിതാവ് തൻ്റെ കുട്ടിയെ നീന്തൽ പഠിപ്പിക്കുകയാണ് വെള്ളത്തിൽ. നീന്തൽ പഠിപ്പിക്കുമ്പോൾ ഈ പിതാവ് വിരൽ കൊണ്ട് പതുക്കെ ഈ കുഞ്ഞിനെ ഇടയ്ക്കൊന്ന് മുകളിലേക്ക് പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടിക്കൊരു കാര്യം അറിയാം, ശക്തമായ കരം എൻ്റെ അടിയിലുണ്ട്. ഒരു മൃദുവായൊരു ടച്ചിങ് മാത്രമേ ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ, അത് മതി. കാരണം ശക്തമായ കരങ്ങൾ മൊത്തമായിട്ട് എൻ്റെ കീഴിലുണ്ട്. ചിലപ്പോൾ ദൈവഹിതവും ഇങ്ങനെ തന്നെയാണ്. ഒരു ചെറിയൊരു സൂചന കിട്ടിയെന്ന് വരും, സംശയിക്കേണ്ട, ശക്തമായ കരം നമ്മുടെ അടിയിലുണ്ട്, നമ്മളെ താങ്ങുവാൻ, വഴി നടത്തുവാൻ ഒക്കെ. ഇനി ചിലരെ സംബന്ധിച്ച് ഒരു സുവിശേഷകനാകണം, സമ്പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരനാകണം, അതായിരിക്കും ദൈവത്തിൻ്റെ വിളി. എല്ലാവരെയും സംബന്ധിച്ചും 100% ദൈവത്തിൻ്റെ വേല അവൻ ചെയ്യണം, മറ്റൊരു ജോലിയും ചെയ്യരുത്, അങ്ങനെ ഒരു വിളി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവൻ ദൈവവേല ചെയ്യണം, അതിനായിരിക്കും അവൻ്റെ വിളി. ഇന്ന് കാണുന്ന വിശ്വാസികളിൽ അധികം പേരും പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരല്ലല്ലോ, ജോലിയോടുകൂടെ ഭാഗികമായൊക്കെ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. പൂർണ്ണ സമയ സുവിശേഷ വേലക്കാരായാലും ഭാഗികമായ സുവിശേഷ വേലക്കാരായാലും എല്ലാവരെയും സംബന്ധിച്ചിട്ടുള്ള പൊതുവായ ദൈവഹിതത്തിന് മാറ്റമില്ല. അതെന്താണ്? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ജോലി സ്ഥലത്തായാലും കുടുംബത്തായാലും പൂർണ്ണ സമയ സുവിശേഷ വേലയിലായാലും ഈ കാര്യത്തിൽ ദൈവഹിതം സെയിം തന്നെയാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഇനിയും അവരെ സംബന്ധിച്ചുള്ള മറ്റൊരു പൊതുവായ ദൈവഹിതം, നിങ്ങൾ പുത്രൻ്റെ സ്വഭാവത്തോട്